ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി മുതിർന്ന നേതാവ് രാജീവ് ചന്ദ്രശേഖറിനെ തെരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവിനെ തെരഞ്ഞെടുത്തത്. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലുണ്ടാകും. കെ. സുരേന്ദ്രന്റെ ഒഴിവിലേക്ക് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരാണ്. ഈ നിർദ്ദേശം യോഗം അംഗീകരിച്ചെന്നാണ് റിപ്പോർട്ട്. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി. മുരളീധരൻ എന്നിവരുടെ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഇനി നടക്കുന്നതെല്ലാം നടപടിക്രമങ്ങൾ മാത്രമായിരിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ പത്രിക സമർപ്പിക്കാനുള്ള സമയമാണ്. ഏകകണ്ഠമായിട്ടാകും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക എന്നതിനാൽ പത്രികാ സമർപ്പണം കഴിയുമ്പോൾ തന്നെ പുതിയ അധ്യക്ഷനെ അറിയാനാകും. ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെയും തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത്. 1964 അഹമ്മദാബാദിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എം.കെ. ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായാണ് രാജീവിന്റെ ജനനം. തുടർന്ന് ബാംഗ്ലൂരിൽ ബിസിനസ് രംഗത്തിറങ്ങി. 2006 മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തി. 2021 കേന്ദ്ര സഹമന്ത്രിയുമായി.